കോടികൾ പൊടിപിടിച്ചുകൊണ്ടുള്ള PR പരസ്യവുമായി ഇടതുപക്ഷ സർക്കാർ UDF വിരുദ്ധ വാർത്തകൾ കോർത്തിണക്കിയാണ് പത്രപരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറുപുറത്ത് പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്തെ ഭരണ നേട്ടങ്ങളും മലയാളം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ നൽകിയ പരസ്യത്തിലുണ്ട്. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, കൂട്ടതിന്റെ വക്കിൽ KSRTC, സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, പാഠപുസ്തകമില്ലാതെ പരീക്ഷ എഴുതി, പെൻഷൻ മുടങ്ങി, ട്രഷറി കാലി തുടങ്ങിയ തലക്കെട്ടുകളുമായാണ് ഇംഗ്ലീഷ് മലയാളം ദിനപത്രങ്ങളുടെ ഒന്നാം പേജ്. കേരളത്തിന്റെ വെളിച്ച വിപ്ലവം, ലാഭത്തിലേറി KSRTC, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയായി, പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കും മുമ്പേ വിതരണം ചെയ്തു, മുടങ്ങാതെ പെൻഷൻ, ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു എന്നിങ്ങനെ മൂന്നാം പേജിൽ മറ്റു പരസ്യങ്ങൾ. ഒന്നാം പേജിൽ UDF സർക്കാരിനെ പരിഹസിച്ചും മൂന്നാം പേജിൽ പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ചും കൊണ്ടുള്ള സാങ്കല്പിക വാർത്താ രൂപത്തിലാണ് PR പരസ്യം നൽകിയിരിക്കുന്നത്. സർക്കാർ വകുപ്പായ PR ആണ് CPM-ന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണമായ ഇരുണ്ട കാലത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ പൊടിച്ചുകൊണ്ടുള്ള പരസ്യം നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ഇരുണ്ടകാലം എന്ന വെബ്സൈറ്റ് വിവാദമായതിനു പിന്നാലെയാണ് പത്രപരസ്യത്തിന്റെ പുതിയ മാതൃകയിൽ സാങ്കല്പിക വാർത്തകളുമായി പരസ്യം നൽകിയിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന ആശങ്കയിലാണ് കോടികൾ പൊടിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ PR വർക്ക്. ജനം, തിരുവനന്തപുരം.